തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. ഇനി 2 ആഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം. ഡിസംബർ 9, 11 എന്നീ തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നലെയായിരുന്നു. ഇതോടെ ഏറെക്കുറെ 2 മുന്നണികളിലും എത്രത്തോളം വിമതന്മാർ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതിൽ തീരുമാനമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് കോൺഗ്രസിനും CPM-നുമാണ് ഈ വിമതന്മാരുടെ ശല്യം കൂടുതലുള്ള. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള നിലവിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും അത് വിതരണം ചെയ്തതുകൊണ്ട് ഇതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, നമുക്കറിയാം ഈ നിലവിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെ ഇപ്പോഴുള്ള ഭരണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് മുനിസിപ്പാലിറ്റികൾ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഏറെക്കുറെ LDF-നാണ്. നമ്മുടെ ഒരു തദ്ദേശത്തിൻ്റെ ട്രെൻഡ് മിക്കപ്പോഴും LDF-ന് അനുകൂലമായിട്ടായിരിക്കാം. ഈ രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ തദ്ദേശത്തിൽ ബാധിക്കുമോ? എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള സംസ്ഥാന സർക്കാരിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ പോവുകയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചന ഈ തെരഞ്ഞെടുപ്പ് നൽകുമെന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന സംഗതിയാണ്. പക്ഷേ എനിക്കങ്ങനെ പൂർണ്ണ സ്വഭാവത്തിൽ തോന്നുന്നില്ല. ഇപ്പോൾ നേരത്തെ സികേഷ് പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ LDF-ന് ഒരു എഡ്ജുണ്ട്. ഈ കോർപ്പറേഷനുകളുടെ കാര്യത്തിലായാലും കൊള്ളാം, ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിലായാലും എല്ലാം അവരെടുക്കുന്ന ഒരു മുന്നേറ്റം നമുക്ക് കാണാം. ചില ജില്ലകളിൽ അവർക്ക് എതിരാളികൾ പോലും ഇല്ലാത്തതാണ് അവരുടെ മുന്നോട്ട് പോക്ക് നമ്മൾ കാണുന്നു. ഇപ്പം പല ജില്ലകളും എടുത്താൽ അപ്പോൾ അതിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ എന്താണ് വേണ്ടത്? വിവാദങ്ങൾ കൊണ്ട് മാത്രം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ റീസെറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ മൂഡ് മാറ്റാൻ കഴിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന വിവാദങ്ങളെ കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആകെ മൂഡ് സെറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത്ര പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടത് എന്താണ്? ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇനി ആളുകൾക്ക് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് വിയോജിപ്പുണ്ടെന്ന് കരുതുക. പക്ഷേ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ആലോചിക്കുമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ മാറുമോ? ഈ സംസ്ഥാനം ഭരിക്കേണ്ടത് ആരാണ് എന്ന കാര്യത്തിലുള്ള ഒരു നിർണ്ണയിക്കുന്ന ഒരു വോട്ടെടുപ്പാണെന്ന് ചോദിച്ചാൽ അല്ലല്ലോ. അപ്പോൾ ആ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും ഒരു സാധാരണ വോട്ടർ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ ജില്ലാ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഒക്കെ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അവിടെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം പ്രകടമാകും. 2, വ്യക്തികളുമായി ബന്ധപ്പെട്ട സംഗതി പ്രകടമാകും. അപ്പോൾ തൻ്റെ വാർഡിൽ എന്തുമാത്രം തരത്തിലുള്ള ബേസിക് നീഡ്സ് എല്ലാം പരിഹരിക്കുന്നതിൽ ഈ തദ്ദേശ അഡ്മിനിസ്ട്രേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നതെല്ലാം അതിൽ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിണറായി വിജയനെ ഓഡിറ്റ് ചെയ്യുന്നതിലേക്ക് ആളുകൾ പോകുന്നതാണ് തോന്നുന്നൊരു കാര്യം. അപ്പോൾ അതിൽ ഒന്നാമത് എന്തുമാത്രം, അതൊരു ഘടകം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് എന്തുമാത്രം രാഷ്ട്രീയമായി ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങളുടെ കക്ഷിക്ക് ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സംഘടന വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെ പ്രധാനമാണ്. ഏറ്റവും താഴെത്തിട്ടുള്ള മനുഷ്യന്മാരുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ സംഘടന എന്തുമാത്രം വിസിബിളായിട്ട് നിൽക്കുന്നു, എന്തുമാത്രം പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളുടെ ആനുകൂല്യമൊക്കെ കോൺഗ്രസ്സിന് അവകാശപ്പെടാൻ കഴിയുമെങ്കിലും താഴെ തട്ടിലെ എല്ലാ മനുഷ്യരിലേക്കും പാർട്ടിയെ എത്തിക്കുക, പാർട്ടിയുടെ സമരം എത്തിക്കുക, പാർട്ടിയുടെ വിഷയങ്ങൾ എത്തിക്കുക എന്നതിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ ഇപ്പോൾ കെ സുധാകരൻ വന്നപ്പോൾ അതിനൊരു സെമി കേഡർ പാർട്ടിയാക്കി സംസ്ഥാനത്ത് എല്ലായിടത്തും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പാർട്ടിയാക്കാൻ അവർക്ക് പറ്റിയോ? ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാവാതെയാണ് സുധാകരൻ ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ശബരിനാഥനെ നിർത്തിയിട്ട് അവർ വലിയൊരു ഫൈറ്റ് ഓപ്പൺ ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അത് പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം താഴെ തട്ടിലില്ല എന്ന പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അവരുടെ കനകോലു ടീം പോലും ഇവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കനകോലു ടീമിൻ്റെ ഒക്കെ നേരിടുന്ന പ്രശ്നം, അവരുണ്ടാക്കുന്ന സ്ട്രാറ്റജിയെ ഇത് വഹിക്കേണ്ടത് ആരാണ്? ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഏജൻസികളായിട്ട് പ്രവർത്തിക്കേണ്ട താഴെ തട്ടിലെ സംഘടനയാണ്. അതില്ല എന്ന പ്രശ്നത്തെ അവർ ഇപ്പോഴും നേരിടുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പഞ്ചായത്ത് ഇലക്ഷനിൽ വേണ്ടത് സംഘടനയാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ സംഘടന താഴെത്തട്ടിൽ ഉണ്ടാവുക പ്രധാനമാണ്. കാരണം ഏറ്റവും താഴെത്തട്ടിലും ഒരു കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്താൻ കഴിയുന്ന, ശരിയാണല്ലോ കൊള്ളാമല്ലോ കോൺഗ്രസ്സുകാരെന്ന് തോന്നിപ്പിക്കുന്ന, സകല ജീവിത പ്രശ്നങ്ങളിലും പഞ്ചായത്ത് ഇലക്ഷൻ അല്ലാത്ത സമയത്തും ഇടപെടുന്ന സംഘടന. ഇപ്പോൾ LDF-നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ DYFI എന്ന് പറയുന്ന സംഘടനയില്ലേ, ആ സംഘടന നിരന്തരമായിട്ട് ആളുകളുടെ ജീവിത പ്രശ്നത്തിൽ ഇടപെടും. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോക്കിയാൽ എല്ലാ ദിവസവും 2-3 വണ്ടികൾ DYFIയുടെ കൊടി വെച്ച് വരുന്നത് കാണാം. എന്താണ്? ഈ പൊതിച്ചോറുമായിട്ട് വരികയാണ്. അപ്പോൾ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും നിരന്തരമായി വിസിബിൾ ആയിരിക്കുകയും ചെയ്യുക ഏറ്റവും താഴെ തട്ടിലും എന്ന് പറയുന്ന പരിപാടി കോൺഗ്രസിന് എന്തുമാത്രം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതില്ലാതെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ഞങ്ങൾ അങ്ങ് ഈസിയായി ജയിച്ചോളും. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ തരത്തിലുള്ള പ്രതിപക്ഷം വിചാരിച്ചതും ഞങ്ങൾ അങ്ങ് ജയിച്ചോളും എന്നായിരുന്നു. പക്ഷേ ജയിച്ചില്ല. കാരണം അതിന് പ്രത്യേകമായ പണിയെടുക്കേണ്ടതുണ്ട്. ആ പണി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അപ്പോൾ അതാണ് അതിലൊരു മേജർ ഫാക്ടറായി പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും LDF-ന് ഇപ്പോഴും ഒരു എഡ്ജുണ്ട്. 2, ഈ വിമതരുടെ കാര്യമാണ്. വിമതർ എന്ന് വെച്ചാൽ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിമതം വന്ന് മത്സരിച്ചാൽ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിമതം വന്ന് മത്സരിച്ചാൽ അത് സാധാരണയിലേക്ക് പ്രധാനപ്പെട്ട കക്ഷികളെയൊന്നും ബാധിക്കാനിടയുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ തദ്ദേശത്തിൽ അങ്ങനെയല്ല. ഒരൊറ്റ ആൾ ഒരു 20-25 വോട്ട് മറിച്ചാൽ പോലും തോറ്റു പോകുന്ന തരത്തിൽ ഗ്രാമപഞ്ചായത്തിലുണ്ടാവും. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇപ്പോൾ താഴെത്തട്ടിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിമതർ കോൺഗ്രസിനാണ്.
അപ്പോൾ താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതൊരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കേണ്ടതുണ്ട്. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചാലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാടാൻ കഴിയുന്ന ഒരു സംഘമായിട്ട് നമ്മളെ ജനങ്ങൾ അംഗീകരിക്കൂ എന്നൊരു മൂഡ് ഇവർക്ക് താഴെത്തട്ടിലില്ല. താഴെത്തട്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വർക്കർക്ക് പോലും ഇത് കിട്ടിയിട്ടില്ല. കാരണം അയാൾക്ക് അയാളുടെ വാൾ കിട്ടണം, അവർക്ക് ജയിക്കണം എന്ന മൂഡിലുള്ള അടി എത്രയോ കാലങ്ങളായി തുടരുന്നത് ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ സംഘടനാ പ്രവർത്തന പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഒക്കെ തന്നെയും പഴയ കൾച്ചറിലാണ് ഇപ്പോഴും കോൺഗ്രസ് നിൽക്കുന്നതാണ് നിരന്തരമായിട്ട് കാണുന്ന ഈ വിമത ശല്യം കൊണ്ട് മനസ്സിലാക്കുന്ന സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അല്ലാന്ന് മുസ്ലിം ലീഗാണ് അതിൽ കുറച്ചുകൂടി കുറച്ചുകൂടി ഓർഗനൈസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന. അതിൽ തന്നെയും വലിയ ബഹളം കേട്ടു. പക്ഷേ അവരെ അങ്ങനെ ആ പരിക്ക് ബാധിക്കും, വലിയ കാര്യമായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ഇതിൻ്റെ വിടവ് നികത്തേണ്ട കോൺഗ്രസ്സിന് അടിസ്ഥാനപരമായി സംഘടന ഉണ്ടാക്കുന്നതിൽ എന്തുമാത്രം വിജയിക്കാനായി എന്നതിൻ്റെ കൂടി തെളിവായിരിക്കും ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പെന്നാണ്. സ്വർണ്ണക്കൊള്ള ഒരു പരിധിവരെയൊക്കെ ആളുകളെ സ്വാധീനിക്കുമായിരിക്കും. കാരണം ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ആകമാനം LDF ജയിച്ചാൽ നിയമസഭയിലും അവർ വരാൻ പോകുന്നൊരു ഫീൽ ഉണ്ടാകും. അതുകൊണ്ട് അവരിവിടെ തോക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അതിൻ്റെ സാധ്യത എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാൾ കുറവാണെന്ന് തോന്നുന്നു. കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, LDF എഡ്ജ് എടുക്കുമ്പോഴും UDF തകർന്നു പോയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ വിചാരിക്കുന്നുണ്ട്. പഞ്ചായത്തല്ലേ, LDF ചിലപ്പോൾ ജയിക്കുമായിരിക്കും, നമുക്ക് അടുത്തതിൽ നോക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ UDF ഒരു ബെറ്റർ നമ്പർ ഉണ്ടാക്കി നിലനിൽക്കുക എന്നുള്ളതാണ് UDF മുമ്പിലെ ഉത്തരവാദിത്തം എനിക്ക് തോന്നുന്നു. അപ്പം മൊത്തം ഒരു ശതമാനം എടുക്കുമ്പോൾ ഒരു 40% മുകളിൽ ഒരു ബെറ്റർ നമ്പർ ഉണ്ടാക്കി നിൽക്കാൻ പറ്റിയാൽ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതിനപ്പുറം ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. നൗഫൽ, ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ചിലപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേപോലെ സ്വാധീനിക്കില്ലായിരിക്കാം. പക്ഷേ അതിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് 1600 നിന്ന് കഴിഞ്ഞ മാസം അവസാനമാണ് മുഖ്യമന്ത്രി വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. 1600 നിന്ന് 2000 ആക്കുന്നു. ഇപ്പോൾ 20-ാം തീയതിക്കുള്ളിൽ തന്നെ പലയിടത്തും അത് വിതരണം ചെയ്യാൻ തുടങ്ങി. നിലവിൽ കുടിശ്ശികയില്ല. അത് ഇപ്പോൾ എല്ലാ വാർഡുകളിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അത് വേറൊരു തരത്തിൽ ഗുണം ചെയ്യില്ലേ ഇവർക്ക്? അല്ല, അതൊക്കെ ഗുണം ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, ഇപ്പോൾ ഇതിലിപ്പം 75,000-ഓളം 72,000-ൽ പരം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എവിടെ നോക്കിയാലും സ്ഥാനാർത്ഥികളാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വിഭിന്നമായി ഈ സ്ഥാനാർത്ഥികളും വോട്ടർമാരും തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തെരഞ്ഞെടുപ്പാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം ഈ പറയുന്ന എല്ലാ ഈ 80-85% സ്ഥാനാർത്ഥികളും വോട്ടർമാരെ എന്നും നേരിട്ട് കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് വോട്ട് ചെയ്തു പോയാലും നാളെ നേരിട്ട് കാണണം, ഇന്ന് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും നാളെ നേരിട്ട് കാണണം. അപ്പോൾ എന്നും മുഖാമുഖം കാണുന്ന സ്ഥാനാർത്ഥികളെയാണ് വോട്ടർമാരും സ്ഥാനാർത്ഥികളും എപ്പോഴും മുഖാമുഖം കാണേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത 5-6 വർഷം. അപ്പം സ്വാഭാവികമായും ആ വോട്ടർക്ക് കൃത്യമായി ഇയാളെക്കുറിച്ച് അറിയുന്ന വോട്ടർക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് ആലോചിക്കാം, നമ്മളൊരു വോട്ട് ചെയ്യാൻ പോകുന്നൊരു വോട്ടർ നമ്മളെങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ ഞാൻ എങ്ങനെ വോട്ട് രേഖപ്പെടുത്തും? നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങുന്നു, നമ്മൾ റോഡ് മുഴുവൻ കുണ്ടും കുഴിയാണെന്ന് വെച്ചു, നമ്മൾ പഞ്ചായത്ത് റോഡ് മുഴുവൻ കുണ്ടും കുഴിയാണെന്ന് വെച്ചു, നമ്മൾ അവിടുത്തെ സിറ്റിംഗ് വാർഡ് മെമ്പർക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് തോന്നുമോ? ഇല്ല. രാത്രി വരുമ്പം തെരുവിളക്കുകൾ കത്തുന്നില്ല, നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നും? ഇല്ല. എങ്ങും തെരുവ് നായ്ക്കളുടെ ശല്യമാണ്, നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നും? ഇല്ല. അവിടുത്തെ പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരുന്നില്ല, നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നും? അങ്ങനെ തദ്ദേശീയമായ നമ്മളെ ബാധിക്കുന്ന, ഏറ്റവും അടുത്ത് ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ വാർഡ് മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക അത് തന്നെയാണ്, ഒരു തർക്കമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പൊളിറ്റിക്സ് തീർച്ചയായും ബാധിക്കും. കേരളം പോലുള്ള സംസ്ഥാനത്ത് നിലവിലെ രാഷ്ട്രീയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്ന് പറയാനേ പാടില്ല. അത് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എത്ര തോതിൽ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമാണ്. ചില ആളുകൾക്ക് അത് കൂടുതലായി തോന്നും, ചില ആളുകൾക്ക് കുറവായി തോന്നും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടുടനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം 2 തവണയായി നഷ്ടപ്പെട്ട ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ അതിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഡ്ജ് ഉണ്ടെങ്കിൽ തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ അവർ അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അമ്പേ പരാജയപ്പെട്ടു, നേരത്തെ ഉള്ളതിനേക്കാളും താഴേക്ക് പോയെങ്കിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഫിഡൻസോട് കൂടി നേരിടാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അത് പൊതുവിൽ LDFന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കുകയും അങ്ങനെ വലിയൊരു വേവിലൂടെ LDF വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമെന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ വലിയ വിജയം, LDFനേക്കാൾ മുകളിൽ നിൽക്കുന്ന വിജയമൊന്നും UDF പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു
കഴിഞ്ഞ തവണത്തെ അത്രയെങ്കിലും വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് UDFന് ആശ്വാസകരമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വെറുതെ ഒരു വികസനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാട്ടിലെ റോഡും പാലവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, പൊളിറ്റിക്സ് അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയം കൂടുതലായി ഉന്നയിക്കാൻ ശ്രമിക്കുക പ്രതിപക്ഷമാണ്. അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നതുകൂടി ഈ വോട്ടെടുപ്പിൽ വളരെ നിർണായകമാകും. ഈ രണ്ട് കാര്യങ്ങളും വളരെ നിർണായകമാണ്. ഒന്ന് വികസനം, നാടിൻ്റെ പ്രശ്നം, ഒപ്പം ഈ പൊളിറ്റിക്സ്. അതെ, ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നാടിൻ്റെ വികസനത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ ആരെയാണ് ജനങ്ങൾ മതിക്കുന്നു എന്നുള്ളതിൻ്റെ വിധി നമുക്കന്നറിയാം.